Then Unit 2 Montessori method. Part 3 Unit 2 Montessori method versus traditional method. കയ്യിൽ PDF ഉണ്ടോ എല്ലാവരുടെയും? ജസ്റ്റ് കേട്ടിരിക്കും. എന്തോ ജസ്റ്റ് സിമ്പിൾ ആണ്, കേട്ടിരുന്നോളൂ. ഫസ്റ്റത്തെ പറയുന്നത് ട്രഡീഷണൽ മെത്തേഡ് എന്താണ്, നമ്മൾ എല്ലാവരും പഠിച്ചു വന്ന ഒരു രീതിയാണ്. ആ രീതിയിൽ എങ്ങനെയാണെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, മോണ്ടിസോറി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്ലിയർ ആണല്ലോ? അപ്പോൾ 3 years സ്പാൻ, അതായത് ഒരു 3 വർഷത്തെ ഏജ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. 0 to 3, അതായത് ഫ്രം ബർത്ത് ഓൺവേർഡ്സ് എന്താണ് 3 വയസ്സ് വരെയുള്ളത് ഒരു കാറ്റഗറി ആയിട്ടാണ് മോണ്ടിസോറി കണക്കാക്കിയിരുന്നത്. അവരെന്താണ് ടോഡ്ലർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് മോണ്ടിസോറി കൺസിഡർ ചെയ്തിരുന്നത്. ടോഡ്ലർ. ഓക്കെ. ആൻഡ് 3 to 6, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതാണ് പ്രൈമറി. ഓക്കെ, പ്രൈമറി. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് 6 to 9, 6 മുതൽ 9 വയസ്സ് വരെ. അതാണ് ലോവർ എലമെന്ററി എന്നറിയപ്പെടുന്നത്. ലോവർ എലമെന്ററി. ആൻഡ് 9 to 12, 9 മുതൽ 12 വയസ്സ് വരെ അപ്പർ എലമെന്ററി ആണ്. അപ്പർ എലമെന്ററി. ആൻഡ് 12 to 15, 12 മുതൽ 15 വയസ്സ് വരെ അഡോളസെന്റ്. ഓക്കെ, അഡോളസെന്റ്. ഓക്കെ, അങ്ങനെയാണ് മറ്റൊരു ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. സോ എല്ലാ ഗ്രൂപ്പിലും എന്താണ് ഒരു 3 വയസ്സിന്റെ ഏജ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ക്ലിയർ ആണോ? 3 years സ്പാൻ. ക്ലിയർ ആണോ അത്? ഒന്നും കൂടി പറയോ? ഒന്നുകൂടി പറയോ? പറയാം. സജന എന്തായിരുന്നു സജന പറഞ്ഞത്? സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഫ്രം ബർത്ത് ഓൺ എന്ന് പറഞ്ഞ സ്റ്റാർട്ട് ചെയ്തില്ല. ആ സെന്റൻസ് ഒന്നോടെ പറയുന്നു. ബാക്കിയൊക്കെ കിട്ടി, ഏജ് കിട്ടി. ഫസ്റ്റത്തെ ഏജിന്റെ കിട്ടില്ല. അതൊന്നും പറയാം കേട്ടോ. ഓക്കെ. അപ്പോ നമ്മൾ എന്താണ് മോണ്ടിസോറിയിലെ 3 years സ്പാൻ ആണ്, അതായത് 3 വയസ്സിന്റെ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഗ്രൂപ്പായിട്ട് മോണ്ടിസോറി കണക്കാക്കുന്നത് ജനനം മുതൽ ഫ്രം ബർത്ത് മുതൽ എന്താണ് 3 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഫസ്റ്റത്തെ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതാണ് പറയുന്നത്. ഓക്കെ. ഫ്രം ബർത്ത് മുതൽ, ജനനം മുതൽ 3 വയസ്സ് വരെ ഒരു കാറ്റഗറിയാണ് ഫസ്റ്റ് കാറ്റഗറി. അത് ടോഡ്ലർ എന്നാണ് അറിയപ്പെടുന്നത്. ടോഡ്ലർ. ഓക്കെ. അതിന്റെ നെക്സ്റ്റ് വൺ ആണ് 3 to 6, 3 മുതൽ 6 വയസ്സ് വരെ. അതാണ് പ്രൈമറി. ഓക്കെ. ആൻഡ് 6 to 9. സ്പീഡ് കുറയ്ക്കോ? ഓക്കെ, സോറിയടാ, പറയാം. സോ 3 years സ്പാൻ ഉണ്ട്. ഓക്കെ, 3 വർഷത്തെ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെയാണ് മോണ്ടിസോറി ഓരോ ഗ്രൂപ്പിനെയും എന്താണ് കൺസിഡർ ചെയ്തിരുന്നത്. അപ്പൊ ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നത് ടോഡ്ലേഴ്സ് ആണ്. ടോഡ്ലർ. ഓക്കെ, TODDLER, ടോഡ്ലർ ആണ്. അതെങ്ങനെയാണ്? ഫ്രം ബർത്ത് മുതൽ 3 വയസ്സ് വരെ, 0 to 3. അവര് ടോഡ്ലേഴ്സ് ആണ്. ടോഡ്ലർ ആ ഒരു കാറ്റഗറിയിലാണ് മോണ്ടിസോറി കൺസിഡർ ചെയ്തിരുന്നത്. അത് ക്ലിയർ ആണോ? 0 to 3. ഓക്കെ. 3 to 6, 3 മുതൽ 6 വയസ്സ് വരെ എന്താണ് പ്രൈമറി ആണ്. 3 മുതൽ 6 വയസ്സ് വരെ പ്രൈമറി എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, പ്രൈമറി ആണ്. 6 to 9, 6 മുതൽ 9 വയസ്സ് വരെ ലോവർ എലമെന്ററി ആണ്. 6 വയസ്സ് മുതൽ 9 വയസ്സ് വരെ ലോവർ എലമെന്ററി. 9 to 12, 9 മുതൽ 12 വരെ അപ്പർ എലമെന്ററി ആണ്. ഓക്കെ, അപ്പർ എലമെന്ററി ആണ്. 12 മുതൽ 15 വരെ അഡോളസെന്റ് ആണ്. 12 മുതൽ 15 വരെ ആ കാറ്റഗറിയിലുള്ളവരെ അഡോളസെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ക്ലിയർ ആണോ ഇത്? സോ നമ്മുടെ ട്രഡീഷണൽ എങ്ങനെയാ? ഒരു ക്ലാസ്സിൽ തന്നെ എങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാ? അപ്പോ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്താണ് ഓൾമോസ്റ്റ് ഒരേ ഏജ് ഉള്ളവരായിരിക്കും അല്ലേ? ഒരു ക്ലാസ്സിൽ ഇപ്പോ 6th സ്റ്റാൻഡേർഡിൽ എല്ലാവർക്കും എന്താണ് ഏകദേശം ഒരേ പ്രായം തന്നെ ആയിരിക്കും അല്ലെ? അതാണ് ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ക്ലിയർ ആണോ? ദെൻ രണ്ടാമത്തെ പോയിന്റ് ആണ് അൺഗ്രേഡഡ്. എന്താണ് അൺഗ്രേഡഡ്? എല്ലാ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. അവരെ ഗ്രേഡ് ചെയ്യുന്നതിന്, അവരെ എന്താണ് ഇവാലുവേറ്റ് ചെയ്യുന്നതിന് പ്രത്യേകം ഗ്രേഡിംഗ് സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല. അവരെങ്ങനെ ഒബ്സർവ് ചെയ്തിരുന്നത്? അവരുടെ ആക്ടിവിറ്റീസിന്റെ ബേസിലാണ് അല്ലെ? അവരുടെ ഡെവലപ്മെന്റിന്റെ ബേസിലാണ് അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിരുന്നത്. പക്ഷെ ട്രഡീഷണൽ എങ്ങനെയാണ്?
ട്രഡീഷണൽ നമ്മൾ പറഞ്ഞു ഒരു ക്ലാസ് റൂമിൽ ഓൾമോസ്റ്റ് എന്താണ് ഒരേ വയസ്സുള്ള കുട്ടികളായിരിക്കും ഇരിക്കുന്നത് അല്ലെ. അതോടൊപ്പം തന്നെ അവർക്ക് ഗ്രേഡിംഗ് ഉണ്ട്. ഗ്രേഡിംഗ് ഇല്ലേ? കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ട്. ക്ലിയർ ആണല്ലോ അത്. ആൻഡ് തേർഡ് വൺ ആണ് ചിൽഡ്രൻ ലേൺ ബൈ ഹാൻഡ്ലിംഗ് ഒബ്ജക്ട്സ് ആൻഡ് ടീച്ചിങ് ദംസെൽസ്. കുട്ടികൾ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്? ഒബ്ജക്റ്റുകൾ മോണ്ടിസോറിയിൽ എങ്ങനെയാണ് ഒബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്ത് സ്വയം ആണ് അവർ പഠിക്കുന്നത് അല്ലെ. സെൽഫ് ആയിട്ട് തന്നെയാണ് കുട്ടികൾ പഠിക്കുന്നത്. അങ്ങനെയാണ് മോണ്ടിസോറിയിലെ സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ ഒബ്ജക്ട്സുകൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇഷ്ടമുള്ള ഒബ്ജക്ട്സുകൾ അല്ലെങ്കിൽ അപ്പാരറ്റസുകൾ തിരഞ്ഞെടുക്കാനുള്ള ഫ്രീഡം കുട്ടികൾക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ അവരത് സെലക്ട് ചെയ്തുകൊണ്ട് അത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് സ്വയം എന്താണ് പഠിക്കുകയാണ്, സെൽഫ് ആയിട്ടാണ് ലേൺ ചെയ്യുന്നത്. ഇനി ട്രഡീഷണൽ ആണെങ്കിൽ എങ്ങനെയാണ്? ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? എങ്ങനെയാ അവർ പഠിക്കുന്നത്? നമ്മളൊക്കെ പഠിച്ചു വന്ന രീതി എങ്ങനെയായിരുന്നു? പറയാത്തത് തന്നിട്ടുണ്ടാവാം, അതനുസരിച്ച് ഒരു സിലബസ് ഉണ്ടായിരിക്കും അല്ലെ. ടീച്ചർ ലെക്ചേഴ്സ് ആണ്, ടീച്ചറാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് അല്ലെ. അവർക്കൊരു ഒരു സിലബസ് ഉണ്ടായിരിക്കും. അതാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത്. അവർ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നത്. ആ രീതിയിലാണ് ട്രഡീഷണൽ മെത്തേഡിൽ നടന്നിരുന്നത്. സോ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? മോണ്ടിസോറിയുടെ പ്രത്യേകത എന്താ? കുട്ടികൾ സ്വയം ഒബ്ജക്ട്സുകൾ ഹാൻഡിൽ ചെയ്തുകൊണ്ട് സ്വയമായിട്ടാണ് അവർ ലേൺ ചെയ്തിരുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ്. ഇനി അവർക്ക് കൊടുക്കുന്ന അപ്പാരറ്റസിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ ഗ്രോത്തിന് വേണ്ടി, ഡെവലപ്മെന്റിന് വേണ്ടി അതിന് ഹെൽപ്പ് ചെയ്യുന്ന സെൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ സെൻസുകളെയും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന, ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ടാണ് കുട്ടികളുടെ ഡെവലപ്മെന്റ് മോണ്ടിസോറിയിൽ നടക്കുന്നത് അല്ലെ. എല്ലാ അപ്പാരറ്റസും എല്ലാ സെൻസിനെയും, ഓരോ സെൻസിനെയും പ്രത്യേകം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതാണ് അല്ലെ. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ എങ്ങനെയുള്ള മെറ്റീരിയൽസാ കൊടുക്കുന്നത്? മോണ്ടിസോറിയിൽ കുട്ടികളുടെ ഇംപ്രൂവ്മെന്റിന് വേണ്ടി, അവരുടെ ഡെവലപ്മെന്റ്, എല്ലാ രീതിയിലുള്ള ഡെവലപ്മെന്റ് നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പാരറ്റസുകൾ നൽകുന്നത്. അതേസമയം നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ അപ്പാരറ്റസുകൾ ചിലപ്പോൾ ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ എങ്ങനെയുള്ളതായിരുന്നു? പ്ലേ മെറ്റീരിയൽസ് ആയിരുന്നു. കൂടുതലും കളികളിൽ ഏർപ്പെടുന്നതിന്, പർട്ടിക്കുലർ സ്കില്ലൊന്നും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയല്ല, ജസ്റ്റ് കളിക്കുക, അതിനു വേണ്ടിയുള്ള അപ്പാരറ്റസുകളായിരുന്നു അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആയിരുന്നു ട്രഡീഷണൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ മോണ്ടിസോറിയിൽ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആയിരുന്നു. ഓരോ സെൻസും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ ട്രഡീഷണലിൽ പ്ലേക്ക് വേണ്ടിയുള്ള മെറ്റീരിയൽസ് ആയിരുന്നു. ജസ്റ്റ് കളി, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്നത്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ ആണ് മെറ്റീരിയൽ യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. Materials used for specific purpose with sequences of steps. എന്താണ്? ഓരോ സ്പെസിഫിക് ഓക്കെ, താങ്ക് യു സർ. ഇപ്പൊ ക്ലിയർ ആണോ സ്ക്രീൻ? ഫസ്റ്റ് വൺ ഓക്കെ. 3 years സ്പാൻ ഉണ്ടായിരുന്നു, 3 വർഷത്തെ ഒരു ഏജ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് വൺ ആണ് അൺഗ്രേഡഡ് ആണ്. ഒരു ഗ്രേഡിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നില്ല. എല്ലാ കുട്ടികളും ഒരേ രീതിയിലാണ് ക്ലാസ്സിൽ ട്രീറ്റ് ചെയ്തിരുന്നത്, ഒരേ രീതിയിലായിരുന്നു ഇരുന്നിരുന്നത്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ആയിരുന്നു എങ്ങനെയാണ് കുട്ടികൾ ഓരോ ഒബ്ജക്ട്സുകളും ഓരോ മെറ്റീരിയൽസും സ്വയം ഹാൻഡിൽ ചെയ്ത് സ്വയമായിട്ട് ലേൺ ചെയ്തിരുന്നു, സെൽഫ് ആയിട്ടാണ് ലേൺ ചെയ്തിരുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ടു ഡെവലപ്പ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ്, ഓരോ സെൻസും ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന മൾട്ടി സെൻസറി മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരുന്നത്. ഇനി അഞ്ചാമത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. അതായത് ഓരോ ഇംപ്രൂവ്മെന്റ്, ഓരോ പർപ്പസിനും വേണ്ടിയിട്ട് ഓരോ മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു അല്ലേ. ഓരോ ആക്ടിവിറ്റിക്കും ഓരോ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഓരോ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിനും ഓരോ രീതിയിലുള്ള അപ്പാരറ്റസുകൾ ഉണ്ടായിരുന്നു. എക്സാമ്പിൾ പറയാമോ? ഓരോ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നതിന് പ്രത്യേകം അപ്പാരറ്റസ് മോണ്ടിസോറിയിൽ ഉണ്ടായിരുന്നു. ഒരു എക്സാമ്പിൾ പറയൂ.
ഇപ്പൊ നമുക്ക് എന്താണ് റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യണം, ആ ഒരു സ്കിൽ എൻഹാൻസ് ചെയ്യണമെങ്കിൽ അതിനു വേണ്ടി എന്താണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സും സാൻഡ് പേപ്പർ നമ്പേഴ്സും മോണ്ടിസോറിയിൽ ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ യൂസ് ചെയ്തിരുന്നു. ക്ലിയർ ആണോ? അപ്പൊ ട്രഡീഷണൽ എങ്ങനെയായിരുന്നു? ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയായിരുന്നു? ഒരു മെറ്റീരിയൽ ഉണ്ടായിരിക്കും അല്ലെ, ചിലപ്പോൾ മേ ബി ഒരു ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആ ഒരു ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. പ്രത്യേകം മെറ്റീരിയൽസ് ഒന്നും പ്രൊവൈഡ് ചെയ്തിരുന്നില്ല. ഓക്കെ, അതാണ് ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത. ദെൻ 6th വൺ, സെൽഫ് എഡ്യൂക്കേഷൻ ത്രൂ സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് എഡ്യൂക്കേഷൻ ആണ്. മിസ്റ്റേക്കുകൾ ആരാണ് തിരുത്തി കൊടുക്കുന്നത്? മോണ്ടിസോറിയില് മിസ്റ്റേക്കുകൾ തിരുത്തുന്നത് ആരാ? കറക്റ്റ് ചെയ്യുന്നത് ആരാ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, സ്വയം. സ്വയമാണ്. മിസ്റ്റേക്കുകളിലൂടെയാണ് ഒരു ടാസ്ക് എന്താണ് സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. സ്വയം പഠിക്കുകയും സ്വയമാണ് എന്ത് മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്തിരുന്നതും. ഓക്കെ, ട്രഡീഷണൽ ആണെങ്കിലോ? ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഒരു ആക്ടിവിറ്റി നമ്മൾ കൊടുത്താൽ തന്നെ എന്താണ് കുട്ടികൾ അത് സ്വയമാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയായിരുന്നു. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത ടീച്ചർ സപ്പോർട്ട് ചെയ്യും, അതേപോലെ റിവാർഡ്, പണിഷ്മെന്റ് അങ്ങനെയുള്ള സിസ്റ്റവും നിലവിലുണ്ടായിരുന്നു. ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിന്, ഒരു ഹോംവർക്ക് തന്നാല് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ പിന്നെന്താണ് റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് ഒക്കെ കൊടുത്തിരുന്നു. ആ ഒരു സിസ്റ്റമാണ് ട്രഡീഷണലില് ഫോളോ ചെയ്തിരുന്നത്. ഓക്കെ, ആൻഡ് 7th വൺ, ചൈൽഡ് സെന്റേർഡ് ലേണിംഗ്. ഓക്കെ, എന്താ ചൈൽഡ് സെന്റേർഡ്? ഇതിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? മോണ്ടിസോറിയിൽ കൂടുതലും കുട്ടികളെയാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ്. യൂണിറ്റ് നെയിം ഇത് തന്നെയാണ്, ദ മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. അത് തന്നെയാണ് ചാപ്റ്ററിന്റെ പേരും. ഓക്കെ, എന്തായിരുന്നു? ചൈൽഡ്, കുട്ടിയെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് ആണ് മോണ്ടിസോറി എന്ന് പറയുന്നത്. ഓക്കെ, കുട്ടിക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഉള്ളത് ചൈൽഡിനാണ്. എന്നാൽ ട്രഡീഷണൽ എങ്ങനെയാ? ആർക്കാ കൂടുതൽ പ്രാധാന്യം? ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ്. ക്ലിയർ ആണോ? അവിടെ ടീച്ചർക്കാണ് കൂടുതലും പ്രയോറിറ്റി ഉള്ളത്. ഓക്കെ, ടീച്ചറാണ് നമുക്ക് ഹോംവർക്ക് തരുന്നത്, അത് ചെക്ക് ചെയ്യുന്നത് ടീച്ചറാണ്, എല്ലാ കാര്യങ്ങൾക്കും മേൽനോട്ടം വഹിക്കുന്നതും ടീച്ചറാണ്. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാ? ഒരു സ്റ്റുഡന്റ്, ഒരു കുട്ടി തന്നെയാണ്, ഒരു ചൈൽഡ് തന്നെയാണ് ഇത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ആ മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യുന്നതും സ്വയമായിട്ട് സെൽഫായിട്ട് ലേൺ ചെയ്യുന്നതും. ഓക്കെ, അപ്പൊ മോണ്ടിസോറി എന്ന് പറയുന്നത് എന്താണ്? ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ആണ്. ട്രഡീഷണൽ എന്ന് പറഞ്ഞാൽ ടീച്ചർ സെന്റേർഡ് മെത്തേഡ് ആണ്. ക്ലിയർ ആണോ? ഇനി മറ്റൊരു പ്രത്യേകതയാണ് 8th വൺ, ചൈൽഡ് ചൂസസ് മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുന്നത് മോണ്ടിസോറിയിൽ ആരാണ്? മോണ്ടിസോറിയിൽ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത് ആരാ? കുട്ടികൾ തന്നെയാണ് അല്ലെ? അവർക്ക് അതിനുള്ള ഫ്രീഡം ഉണ്ട്. കുട്ടികൾക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി സെലക്ട് ചെയ്യാനുള്ള ഫ്രീഡം മോണ്ടിസോറി ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓരോ മെറ്റീരിയലും ഓരോ അപ്പാരറ്റസും എന്താണ് ചൂസ് ചെയ്തിരുന്നത്, സെലക്ട് ചെയ്തിരുന്നത് ചൈൽഡ് ആയിരുന്നു, കുട്ടിയായിരുന്നു. ഓക്കെ, ദെൻ ട്രഡീഷണൽ ആണെങ്കിലോ? ടീച്ചറാണ് അല്ലേ? എന്ത് കരിക്കുലം എന്താണെന്ന് ഡിസൈഡ് ചെയ്യുന്നത് ടീച്ചറാണ്. ഓക്കെ, ടീച്ചറാണ് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസും തരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്? ദെൻ 9th 9th വൺ നോക്കിക്കോളൂ, ചൈൽഡ് സെറ്റ്സ് ഓൺ പേസ്. എന്താണ്? ഒരു ആക്ടിവിറ്റി കൊടുത്തു, അത് എപ്പോ കംപ്ലീറ്റ് ചെയ്യണം, കുട്ടിയുടേതായ പേസ് ഉണ്ട്. ഓക്കെ, എപ്പോ തീർക്കണമെന്ന് കുട്ടിക്ക് ഒരു വ്യക്തമായ ധാരണയുണ്ട്. ഓക്കെ, ആരും അവിടെ കമ്പൽ ചെയ്യാനില്ല കുട്ടിയെ. ഓക്കെ, പക്ഷേ നമ്മുടെ ട്രഡീഷണൽ എങ്ങനെയാണ്? ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ടീച്ചർ ഒരു ലിമിറ്റ് വെക്കുന്നുണ്ട്, ടൈം ലിമിറ്റ് വെക്കുന്നുണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സോ ഇവിടെ എന്താണ്? ടീച്ചറാണ് ഒരു പേസ് സെറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് വൺ ആണ് ചൈൽഡ് ഫ്രീ ടു ഡിസ്കവർ ഓൺ. അതായത് എന്താണ്? ഓരോ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനായിട്ട് കുട്ടിക്ക് സ്വന്തമായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ചൈൽഡിന് എന്താണ്? ഫ്രീഡം ഉണ്ട്, എന്തൊരു ആക്ടിവിറ്റി ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും എന്താണ്? അതിനുള്ള ഫ്രീഡം കുട്ടിക്ക് ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് അല്ലെങ്കിൽ ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ട്രഡീഷണൽ എന്താണ്? ആ ഒരു ഫ്രീഡം കുട്ടികൾക്ക് ഉണ്ടോ?
ട്രഡീഷണലിന്റെ പ്രത്യേകത എന്താ? നമുക്ക് തനിയെ എന്തെങ്കിലും ചെയ്യാൻ ഒരു ആക്ടിവിറ്റി തന്നാല് ടീച്ചർ എപ്പോഴും നമുക്ക് എന്താണ് അതിനുള്ള ഗൈഡ് ലൈൻസ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, അതാണ് ട്രഡീഷണലിന്റെ പ്രത്യേകത. ടീച്ചറാണ് അവിടെ ഇൻസ്ട്രക്ഷൻസ് തരുന്നത്. മോണ്ടിസോറിയിൽ എന്താണ്? കുട്ടി സ്വയം മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്താണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ചൈൽഡ് കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് ആക്ടിവിറ്റി ആൻഡ് ഫ്യൂ ഇന്ററപ്ഷൻസ്. ഒരു മോണ്ടിസോറിയിൽ ഒരു ആക്ടിവിറ്റി കൊടുത്താൽ എന്താണ്? കുട്ടി തനിയെ അത് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? ചിലപ്പോൾ എന്താണ് മിസ്റ്റേക്സുകൾ വരാം, അത് മിനിമൈസ് ചെയ്തുകൊണ്ട് ആ മിസ്റ്റേക്സുകളുടെ എണ്ണം മിനിമൈസ് ചെയ്തുകൊണ്ട് എന്താണ് കുട്ടിയാണ് ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? പക്ഷെ ട്രഡീഷണൽ എന്താ പ്രത്യേകത? ട്രഡീഷണലിന്റെ പ്രത്യേകത എന്താണ്? നമ്മളിപ്പോ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ വന്ന് എന്താണ് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കണം അല്ലേ? ഇന്ന ടൈമിനുള്ളിൽ നിർത്തണം, ഇന്ന ടൈമിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഇന്ന രീതിയിൽ ചെയ്യണം, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താണ് അത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. സോ ഇന്ററപ്ഷൻസ്, തടസ്സങ്ങൾ എങ്ങനെയാണ്? കൂടുതലായിരിക്കും. മോണ്ടിസോറി അപേക്ഷിച്ച് കൂടുതൽ തടസ്സങ്ങൾ വരുന്നത് ട്രഡീഷണൽ മെത്തേഡിലാണ്. ക്ലിയർ ആണോ ഇത്? Then next one ആണ് സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്. സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറിയിൽ യൂസ് ചെയ്യുന്നത്. എന്താണ്? എല്ലാ മെറ്റീരിയൽസും എങ്ങനെയാണ്? സെൽഫ് ആയിട്ട് സ്വയം എന്താണ് കറക്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, സെൽഫ് കറക്റ്റിംഗ് മെറ്റീരിയൽസ്. ദെൻ ട്രഡീഷണൽ ആണെങ്കിലോ മിസ്റ്റേക്സുകൾ തിരുത്തുന്നത് ആരാ? മോണ്ടിസോറിയിൽ ഒരു കുട്ടി തന്നെയാണ് മിസ്റ്റേക്സ് വന്നാലും അത് തിരുത്തുന്നത് അല്ലെ? അവൻ തനിയെ എന്താണ് കറക്റ്റ് ചെയ്ത് സെൽഫായിട്ട് കറക്റ്റ് ചെയ്താണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ട്രഡീഷണൽ ആരാ മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്യുന്നത്? ടീച്ചറാണ് അല്ലെ? ടീച്ചറാണ് ഇത്തരം മിസ്റ്റേക്സുകൾ ഇറേഴ്സുകൾ കറക്റ്റ് ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് ഫ്രീഡം ടു മൂവ് ആൻഡ് വർക്ക് വിത്തിൻ ക്ലാസ് റൂം. ക്ലാസ് റൂമിനകത്ത് എന്താണ് ഫ്രീഡവും എന്താണ് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം കുട്ടികൾക്ക് ഉണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂമിനകത്ത് എന്താണ് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം എന്താണ് കുട്ടികൾക്ക് ഉണ്ട്. പക്ഷേ ട്രഡീഷണൽ എങ്ങനെയാണ്? ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ഓരോ കുട്ടിക്കും ഓരോ സ്പേസ്, ഓരോ സീറ്റ് ഉണ്ട്. അവരവിടെ ഇരുന്ന് പഠിക്കുന്നു. ഓരോ സീറ്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് ആ മൂവ്മെന്റ് അതിനുള്ള ഫ്രീഡം എന്താണ് കുറവാണ്. കുട്ടികൾക്ക് ആ മൂവ്മെന്റിനുള്ള ഫ്രീഡം ട്രഡീഷണൽ ക്ലാസ് റൂമിൽ കുറവാണ്. ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് മോണ്ടിസോറിയിലെ ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ് അല്ലെ? സെൽഫ് ആയിട്ടാണ് കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസുകളിലൂടെയാണ് കാര്യങ്ങൾ സെൽഫായിട്ട് പഠിക്കുന്നു. ഓക്കെ, ഇൻഡിവിജ്വൽ ലേണിംഗ് ആണ്. പക്ഷെ അതേപോലെ തന്നെ പിന്നെന്താണ് ഓരോ കുട്ടിക്കും സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? എല്ലാവരെയും ഒരേ രീതിയിലാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഐ മീൻ ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഓരോരുത്തരുടെ സ്കിൽ എന്താണ് അത് മനസ്സിലാക്കി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ടാണ് ക്ലാസ്സസ് അല്ലെങ്കിൽ പഠിക്കുന്നത്. ഓക്കെ, പക്ഷെ ട്രഡീഷണൽ എങ്ങനെയുള്ള ലേണിംഗ് ആണ്? ഒറ്റയ്ക്കാണോ? എങ്ങനെയുള്ള ലേണിംഗ്? ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഓക്കെ, ട്രഡീഷണലില് ഗ്രൂപ്പ് ലേണിംഗ് ആണ്. ഇനി 15ാമത്തേതാണ് എംഫസൈസ് ഓൺ കോൺക്രീറ്റ്. എംഫസൈസ് ഓൺ കോൺക്രീറ്റ്, കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ് കോൺക്രീറ്റ്, അതായത് ഹാൻഡ്സ് ഓൺ മെറ്റീരിയൽസ് ആണ്. എക്സ്പീരിയൻസിലൂടെയാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. മെറ്റീരിയൽസുകൾ കയ്യിലെടുത്ത് അതിൽ ആക്ടിവിറ്റീസുകൾ ചെയ്തുകൊണ്ടാണ് കുട്ടികൾ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. ഓക്കെ, കോൺക്രീറ്റ് ആണെന്ന്. അപ്പോ ട്രഡീഷണൽ എങ്ങനെയാ? എങ്ങനെയുള്ള സ്റ്റഡിയാണ്? അബ്സ്ട്രാക്ട് സ്റ്റഡിയാണ്. അതായത് ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവും, ലെക്ചേഴ്സ് ഉണ്ടാവും, അതിലെന്താണോ പറയുന്നത് അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതാണ് ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത. ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് എന്താണോ അതാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ മോണ്ടിസോറിയിലെ പ്രത്യേകത എന്താണ്? നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത് അല്ലേ? അങ്ങനെയല്ലേ? നെക്സ്റ്റ് വൺ റിയാലിറ്റി ഓറിയന്റഡ് ആണ്. ഇത് ഇപ്പൊ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് റിയാലിറ്റി ഓറിയന്റഡ് ആണ്. മോണ്ടിസോറി ലേണിംഗ് എന്ന് പറയുന്നത് റിയാലിറ്റി ഓറിയന്റഡ് ആണ്. ലൈഫ് എക്സ്പീരിയൻസിലൂടെ റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. കുക്കിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഗാർഡനിങ് അത്തരത്തിലുള്ള ഒബ്സർവേഷനിലൂടെ അല്ലെങ്കിൽ എന്താണ് റിയാലിറ്റി എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ എങ്ങനെയാണ്?
എങ്ങനെയാ പഠിക്കുന്നത്? ഫാന്റസി ആണ്, അതായത് ഇമാജിനേഷനിലൂടെയാണ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇപ്പൊ നമുക്ക് കെമിസ്ട്രിയിലേക്ക് ഒത്തിരി എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്താണോ അത് മനസ്സിലാക്കിയത്? നമുക്ക് 10th പഠിക്കുമ്പോൾ ഫിസിക്സ് കെമിസ്ട്രിയിലേക്ക് എക്സ്പെരിമെന്റ്സുകൾ ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്താണോ മനസ്സിലാക്കിയത്? ടെക്സ്റ്റിൽ എന്താണോ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ കാണാതെ പഠിക്കുന്നു, ബൈ ഹാർട്ട് ചെയ്യുന്നു. ആ രീതിയിലാണ് നമ്മൾ പഠിച്ചു വന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസിലൂടെയാണ്, എക്സ്പെരിമെന്റ് നടത്തിയാണ് എന്ത് മനസ്സിലാക്കുന്നത്. Then specific places for materials, sense of order. ഇനി എന്താ പ്രത്യേകത? ഓരോ മെറ്റീരിയലിനും എന്താണ് സ്പെസിഫിക്, അത് കീപ്പ് ചെയ്യാനായിട്ട് ഒരു പ്ലേസ് ഉണ്ടായിരിക്കും. നമ്മള് മറ്റേ കസാദി ബാമിനിയിലെ ഡിസ്കവറീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ടീച്ചർ ഓരോ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ ഓരോ അപ്പാരറ്റസും കൊടുത്താല് ക്ലാസ് കഴിയുമ്പോൾ അതെവിടെയാണ്? ഷെൽഫിൽ കീപ്പ് ചെയ്തിരുന്നു. ഓരോ മെറ്റീരിയൽസും അപ്പാരറ്റസും വെക്കാനായിട്ട് ഓരോ പ്ലേസ് എന്താണ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, അതാണ് മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ പ്രത്യേകത. പക്ഷെ ട്രഡീഷണൽ എങ്ങനെയാണ്? അങ്ങനെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് ഉണ്ടോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കീപ്പ് ചെയ്യാനായിട്ട്? റാൻഡം പ്ലേസ്മെന്റ് ആണ്, എവിടെയെങ്കിലും വെക്കാം. ആ രീതിയിലാണ് ട്രഡീഷണൽ മെത്തേഡിൽ ഫോളോ ചെയ്തിരുന്നത്. ഒരു സ്പെസിഫിക് പ്ലേസ് ഒരു മെറ്റീരിയലും കീപ്പ് ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മുടെ മോണ്ടിസോറിയിൽ എന്താണ്? ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്ലേസ് ഇതിനു വേണ്ടി അലൗട്ട് ചെയ്തിരുന്നു. Then next one ആണ് recognition of sensitive period. ഓക്കെ, സെൻസിറ്റീവ് പീരീഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. മോണ്ടിസോറി ക്ലാസ് റൂമിൽ സെൻസിറ്റീവ് പീരീഡിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. സെൻസിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ചെറിയ ഒരു ലിമിറ്റഡ് ടൈം ആണ്. അതായത് ഈ ചെറിയ കാലഘട്ടത്തിനുള്ളിൽ കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞാല് ജനനം മുതൽ 1 വയസ്സ് വരെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണത്? 1 വയസ്സ് വരെ, പ്ലീസ് മ്യൂട്ട് ചെയ്യൂ, ആരാത്? ജനനം മുതൽ ഫ്രം ബർത്ത് മുതൽ എന്താണ് ഒരു വയസ്സ് വരെ ഒത്തിരി കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിനെ സെൻസിറ്റീവ് പീരീഡ് എന്നാ പറയുന്ന കാലഘട്ടത്തെ സെൻസിറ്റീവ് പീരീഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെയാ പഠിക്കുന്നത്? ചിരിക്കാൻ പഠിക്കുന്നുണ്ട്, കരയാൻ പഠിക്കുന്നുണ്ട്, കമിഴ്ന്ന് വീഴുന്നുണ്ട്, എഴുന്നേറ്റിരിക്കുന്നുണ്ട് അല്ലെ? എന്താണ് നടക്കാൻ പഠിക്കുന്നുണ്ട്, ഓടാൻ പഠിക്കുന്നുണ്ട്, സംസാരിക്കാനായിട്ട് പഠിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചെറിയ കാലഘട്ടത്തിനുള്ളിൽ കുട്ടി പഠിച്ചെടുക്കുന്നുണ്ട്. അതിനെയാണ് സെൻസിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ സെൻസിറ്റീവ് പീരീഡിനെയാണ്, ആ ഒരു കാലഘട്ടത്തെയാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത്. ക്ലിയർ ആണല്ലോ? പക്ഷെ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്തായിരുന്നു? എന്താണ്? ഏതെങ്കിലും ഒരു പോയിന്റ് വിട്ടുപോയായിരുന്നോ? ഓക്കെ, 18th. അതിലെന്താണ്? ഓരോ കുട്ടിയുടെയും എന്താണ് ഓരോ ഇത് മനസ്സിലാക്കി, ഓരോ പീരീഡ് മനസ്സിലാക്കിയാണ് അവരെ പഠിപ്പിച്ചിരുന്നത് അല്ലെ? പക്ഷെ നമ്മുടെ ട്രഡീഷണലി എല്ലാ കുട്ടികളെയും എന്താണ് ഒരേ രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചിരുന്നത് അല്ലെ? ഒരേ രീതിയിലാണ് എല്ലാ കുട്ടികളെയും പഠിപ്പിച്ചിരുന്നത്. എല്ലാ കുട്ടികളെയും ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. ചില കുട്ടികൾക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, എന്താണ് പല സ്കില്ലുകളുള്ള കുട്ടികളുണ്ട്. ചിലപ്പോ തനിയെ റീഡ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന കുട്ടികളുണ്ട്, ചിലപ്പോൾ പിക്ചർ കാട്ടിക്കൊടുത്താൽ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ കഴിയുന്ന കുട്ടികളുണ്ട് അല്ലെ? അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ മോണ്ടിസോറിയിൽ നൽകിയിരുന്നു. പക്ഷെ ട്രഡീഷണലില് ഇത്തരത്തിലുള്ള എല്ലാ കുട്ടികളെയും ഒരേ രീതിയിലാണ്. ടീച്ചർ വരുന്നു, ബുക്ക് തുറക്കുന്നു, ക്ലാസ് എടുക്കുന്നു. ആ ഒരു രീതിയിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ രീതിയിൽ മനസ്സിലാകണമെന്നില്ല അല്ലെ? അപ്പൊ അതായിരുന്നു ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. Then emphasize on more cognitive learning. Cognitive learning എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതലും എംഫസൈസ് ചെയ്തിരുന്നത് എന്താണ്? കൊഗ്നിറ്റീവ് ലേണിംഗ് ആയിരുന്നു. കുട്ടികളുടെ എന്താണ് ബുദ്ധി വികസിക്കുന്നതുമായി ബന്ധപ്പെട്ട, ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു മോണ്ടിസോറി കൂടുതലായിട്ടും എംഫസൈസ് ചെയ്തിരുന്നത്. ക്ലിയർ ആണല്ലോ? എങ്ങനെ നോളജ് കുട്ടികൾക്ക് നേടാം, അത്തരം കാര്യങ്ങളിലാണ്. എങ്ങനെ ഓരോ കാര്യങ്ങളെയും മനസ്സിലാക്കാം, അണ്ടർസ്റ്റാൻഡ് ചെയ്യാം, അത്തരം കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസുകളായിരുന്നു, അല്ലെങ്കിൽ അക്കാര്യങ്ങളിലാണ് മോണ്ടിസോറി കൂടുതലായിട്ടും എംഫസൈസ് ചെയ്തിരുന്നത്. പക്ഷേ നമ്മുടെ ഇതെങ്ങനെയായിരുന്നു? ട്രഡീഷണൽ എന്തായിരുന്നു കൂടുതലും ഫോക്കസ് ചെയ്തിരുന്നത്? സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്.
ഓക്കെ, ഒരു ക്ലാസ് റൂം ആണ്, അതുകൊണ്ട് തന്നെ സോഷ്യലി എങ്ങനെ ഡെവലപ്പ് ആകാം, അത്തരം കാര്യത്തിലാണ് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ് ഫോക്കസ് ചെയ്തിരുന്നത്. ദെൻ 20ാമത്തെ നോക്കിക്കോളൂ, ക്വയറ്റ് ബൈ ചോയ്സ് ആൻഡ് ഔട്ട് ഓഫ് റിഗാർഡ് ഫോർ അതേഴ്സ്. ഇപ്പൊ സൈലന്റ് ആയിട്ടിരിക്കുക, ക്വയറ്റ് എന്ന് പറയുന്നത് നിശബ്ദമായിട്ടിരിക്കുക. ഓക്കെ, സൈലന്റ് ആയിട്ടിരിക്കുന്നത് ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾ എന്താണ്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്വയം തീരുമാനം എടുക്കുകയാണ്, സെൽഫ് കൺട്രോളിങ്ങിലൂടെയാണ് എന്താണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്, സ്വയം തീരുമാനിച്ച് മിണ്ടാതിരിക്കുകയാണ്, ആരെയും പേടിച്ചിട്ടല്ല. ക്ലിയർ ആണോ? അവര് സ്വയം സൈലന്റ് ആകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ സൈലന്റ് ആയിട്ടിരിക്കുന്നവരാണ് മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഉള്ളത്. പക്ഷെ ട്രഡീഷണൽ എങ്ങനെയാണ്, ഒരാൾ എപ്പോഴും ഇങ്ങനെ മിണ്ടാതിരിക്കാൻ പറയാനായിട്ട് ഒരാൾ വേണം അല്ലെ. ടീച്ചർ എംഫസൈസ്, മറ്റൊരാൾ എന്താണ് ഫോഴ്സ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് കുട്ടികൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ആണോ? മോണ്ടിസോറിയിൽ എന്താണ് വാല്യൂസിന് കൂടുതൽ പ്രാധാന്യമുണ്ട്, മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യണം, അത്തരം വാല്യൂസ് എന്താണ് മോണ്ടിസോറിയിൽ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. സോ എന്താണ് അവർ ആ ഒരു വാല്യൂവിന് ഇമ്പോർട്ടന്റ് കൊടുത്തുകൊണ്ടാണ് എന്താണ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ട്രഡീഷണലിന്റെ പ്രത്യേകത എന്താണ്, ഒരാളെപ്പോഴും ഫോഴ്സ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ദെൻ ഇനി മറ്റൊരു പ്രത്യേകതയാണ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ഡിസിപ്ലിൻ. ക്ലാസ് റൂം എന്താണ് ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി ക്ലാസ് റൂം എന്താണ് ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കസാദി ബാംബിനിയിൽ എത്തിയ കുട്ടികൾ നമ്മൾ പറഞ്ഞു എവിടെ നിന്നുള്ളവരായിരുന്നു, സ്ലം അല്ലെങ്കിൽ എന്താണ് സ്ട്രീറ്റിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. അവർക്ക് ആദ്യ ടൈമിൽ എന്താണ് ഡിസിപ്ലിൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ എത്തിയതിനു ശേഷം അവിടെയുള്ള ആ ഒരു ക്ലാസ് റൂമായിട്ട് കുട്ടികൾ അഡ്ജസ്റ്റഡ് ആകാനായിട്ട് തുടങ്ങി. എങ്ങനെയാണ്, ഓരോ ആക്ടിവിറ്റീസുകൾ സ്വയം ചെയ്ത്, അപ്പൊ അവരുടെ കൂടുതൽ കോൺസെൻട്രേഷൻ എന്താ, ഈ ആക്ടിവിറ്റീസുകൾ എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക, ആ ഒരു ഫോക്കസിലാണ് കുട്ടികൾ ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഓട്ടോമാറ്റിക്കലി കുട്ടികൾ എന്തായി, ഡിസിപ്ലിൻഡ് ആയിട്ട് മാറി തുടങ്ങി. ഓക്കെ, അപ്പൊ ഇതിലെന്താണ് ആ ക്ലാസ് റൂം കുട്ടികൾ എന്താണ് ഡിസിപ്ലിൻ ആക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? പക്ഷേ നമ്മുടെ ട്രഡീഷണലിന്റെ പ്രത്യേകത എന്താ, ആരാ ഡിസിപ്ലിൻഡ് ആക്കുന്നത്, ടീച്ചർ ആണല്ലേ. ഒരു പേഴ്സൺ എപ്പോഴും ഉണ്ടായിരിക്കണം. ടീച്ചേഴ്സ് ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അടങ്ങിയിരിക്കുന്നൊക്കെ പറയാനായിട്ട് ഒരാൾ വേണം ട്രഡീഷണൽ അല്ലെ. അങ്ങനെയാണ് ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത. പക്ഷെ മോണ്ടിസോറിയിൽ എന്താണ് ആ ഒരു ക്ലാസ് റൂം ആണ് കുട്ടികളെ ഡിസിപ്ലിൻഡ് ആക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ നോക്കിക്കോളൂ, മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഡെവലപ്മെന്റ്. എന്താണ് സ്വയം വികസിക്കുന്നതിന് സ്വയം മോട്ടിവേറ്റഡ് ആകുന്നുണ്ട് കുട്ടികൾ. ഓക്കെ, പക്ഷെ ട്രഡീഷണൽ എങ്ങനെയാണ്, ഒരാളെപ്പോഴും എന്താണ്, ഇപ്പൊ നമുക്ക് മോണ്ടിസോറിയിൽ അറിയാം ഒരു ആക്ടിവിറ്റി, ഒരു ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി ആണ് ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നതെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യും അല്ലെ. ആ ഒരു പ്രോസസ്സ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഡിസ്കവറി പഠിച്ചു, എന്തായിരുന്നു അത്, ലവ് ഓഫ് എന്തായിരുന്നു, റിപ്പീറ്റേഷൻ. ഓർക്കുന്നുണ്ടോ? റിപ്പീറ്റേഷൻ, വീണ്ടും വീണ്ടും ചെയ്യാനായിട്ടുള്ള ഒരു ഇഷ്ടം കുട്ടികൾക്കുണ്ട്. ഓക്കെ, ആ പ്രോസസ് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൽ നിന്നും ഒരു മോട്ടിവേഷൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആക്ടിവിറ്റീസുകളാണ് കുട്ടികൾക്ക് മോട്ടിവേഷൻ നൽകുന്നത്. പക്ഷെ നമ്മുടെ ട്രഡീഷണലിൽ എന്താണ്, ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ നല്ലൊരു മാർക്ക് മേടിച്ചാല് ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലേ. ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കും. ആ രീതിയിൽ ടീച്ചേഴ്സ് ആണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് ട്രഡീഷണൽ മെത്തേഡിൽ. ഓക്കെ, ഇനി ടീച്ചറിന്റെ റോൾ എന്താണ്? ടീച്ചറിന്റെ റോൾ എന്താ? മോണ്ടിസോറിയിലെ ടീച്ചർ എന്ന് പറയുന്നത് ഒബ്സർവർ ആണ്. എന്താണ്? ഫെസിലിറ്റേറ്റർ ആണ്. എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്ന ആള് അല്ലെ. ഒബ്സർവർ ആണ്. എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്ന ആളാണ് മോണ്ടിസോറിയിലെ ടീച്ചർ എന്ന് പറയുന്നത്. പക്ഷേ ട്രഡീഷണൽ മെത്തേഡിലെ ടീച്ചറിന്റെ പ്രത്യേകത എന്താ? പ്രത്യേകത? നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ടീച്ചർ എന്താണ്? ജസ്റ്റ് ഫെസിലിറ്റേറ്റർ ആണ്. എല്ലാ കാര്യങ്ങളും സെൽഫായിട്ടാണ് കുട്ടികൾ ചെയ്യുന്നത്. ടീച്ചർ കമ്പൽ ചെയ്യുന്നില്ല. പക്ഷെ ട്രഡീഷണലിലെ എന്താണ് കൂടുതലും പ്രോമിനന്റ് റോള് ക്യാരി ചെയ്യുന്നത് ആരാ? ടീച്ചർ ആണ്. ക്ലിയർ ആണോ? ടീച്ചർക്കാണ് അവിടെ റോള് കൂടുതൽ. ദെൻ വർക്ക് ഫോർ ജോയ് ഓഫ് വർക്കിംഗ് ആൻഡ് സെൻസ് ഓഫ് ഡിസ്കവറി. ഓക്കെ, ഒരു വർക്ക് എന്ന് പറയുന്നത് ആക്ടിവിറ്റീസ് ആയിരിക്കാം. ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത് ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്. ഓക്കെ, നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്?
ഹാപ്പിനെസ്സിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ പുതിയൊരു കാര്യം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ അങ്ങനെയാണ് അല്ലെ? ഓരോ ആക്ടിവിറ്റിയും ആരെങ്കിലും പറഞ്ഞിട്ടാണോ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്? കുട്ടികൾ സെൽഫായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റി ഏതാണ്, അവർക്ക് താല്പര്യമുള്ള ആക്ടിവിറ്റി ഏതാണ്, അത് സെലക്ട് ചെയ്യുന്നു, അത് കംപ്ലീറ്റ് ചെയ്യുന്നു. അവർക്ക് അതിലൂടെ ഒരു ഹാപ്പിനെസ്സും അവരെന്താണ് ഒരു ചില ഇംപ്രൂവ്മെന്റും അവരിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ട്രഡീഷണൽ എങ്ങനെയാണ്? ഇപ്പൊ ഒരു ഹോംവർക്ക് കൊടുത്താല് എങ്ങനെയാണ്? ടീച്ചർ പറഞ്ഞാലാണല്ലേ, ടീച്ചർ പറയുമ്പോൾ മാത്രമാണ് അവരത് ചെയ്യുന്നത് അല്ലേ? അല്ലെങ്കിൽ ഇഷ്ടത്തോടെയാണോ ചെയ്യുന്നത്? ടീച്ചർ ഒരു ഹോംവർക്ക് കൊടുത്ത് നാളെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞാല് നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് വരും അല്ലെ? അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തോടെയാണോ അത്തരം ആക്ടിവിറ്റീസ് ചെയ്യുന്നത്, കംപ്ലീറ്റ് ചെയ്യുന്നത്? അല്ല. ഓക്കെ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ. സ്ക്രീൻ ഇതാവുമോ? സ്ക്രോൾ ചെയ്യാനല്ലേ ലാസ്റ്റ് സർ? ലാസ്റ്റ് പോയിന്റ് 25th സ്ക്രോൾ ചെയ്യാമോ? 21 മുതൽ ഒന്ന് ഇടാമോ? 21 മുതൽ. ഓക്കെ, സ്ക്രോൾ ചെയ്യാമോ സർ? ഓക്കെ, 21 പറയുന്നത് എൻവയോൺമെന്റ് പ്രൊവൈഡ് എന്നാണ്. ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത് എൻവയോൺമെന്റ് ആണ്. ആ ക്ലാസ് റൂം ആണ് ഡിസിപ്ലിൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ക്ലാസ് റൂമിൽ തനി എന്താണ് പഠിച്ച ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിട്ട് മാറും. പക്ഷെ ട്രഡീഷണലിന്റെ പ്രത്യേകത എന്താ? ട്രഡീഷണലിൽ എങ്ങനെയാണ് ഡിസിപ്ലിൻഡ് ആകുന്നത്? നമ്മളൊക്കെ പഠിച്ചു വന്നിരുന്ന സമയത്ത് ടീച്ചറിനെ പേടിയുള്ളത് കൊണ്ടാണ് അല്ലെ? വടിയെടുക്കും അല്ലെങ്കിൽ പണിഷ്മെന്റ് തരും എന്നുള്ള ഒരു പേടിയുടെ ബലത്തിൽ അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ എന്താണ് ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുന്നത് അല്ലെ? Then 22 ആയിരുന്നു മോട്ടിവേറ്റഡ് ബൈ സെൽഫ് ഡെവലപ്മെന്റ്. സ്വയം എന്താണ് ആക്ടിവിറ്റീസുകൾ ചെയ്ത് അതിൽ നിന്നാണ് മോട്ടിവേഷൻ ലഭിക്കുന്നത്. പക്ഷെ ട്രഡീഷണലില് ടീച്ചറാണ് മോട്ടിവേഷൻ നൽകുന്നത്. ഓക്കെ. ആൻഡ് 23 ആയിരുന്നു ടീച്ചറിന്റെ റോൾ. ടീച്ചർ എന്ന് പറയുന്നത് ഒരു ഒബ്സർവർ ആണ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആണ്. ട്രഡീഷണൽ എങ്ങനെയാ? ട്രഡീഷണൽ ടീച്ചറിന്റെ റോൾ എന്താ? ഓൾ ഇൻ ഓൾ ആണ്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ആരാ? ഒരു ടീച്ചറാണ്. കാണുന്നില്ലടാ, സാറ് കേട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് കേട്ടോ. എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലെ കുട്ടികൾക്ക് എന്താണ് മറ്റുള്ളവരെ പരസ്പരം സഹായിക്കാനുള്ള ഒരു എന്താണ് എൻകറേജ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, പരസ്പരം സഹായിക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അത്തരത്തിലുള്ള ഒരു മൈൻഡ് ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അവര് ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും എന്താണ് ഹെൽപ്പ് സീക്ക് ചെയ്യാറുണ്ട്. പക്ഷേ നമ്മുടെ മോണ്ടിസോറിയിൽ ആരിൽ നിന്നും ട്രഡീഷണൽ മെത്തേഡിൽ ആരിൽ നിന്നുമാണ് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്? ടീച്ചേഴ്സിൽ നിന്നുമാണ്. ഓക്കെ, ടീച്ചറിൽ നിന്നുമാണ് കൂടുതൽ ടൈമും നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിഫറെന്റ് ആയിട്ട് വരുന്നത്, വ്യത്യാസപ്പെട്ടിരിക്കുന്നത് മോണ്ടിസോറിയും ട്രഡീഷണൽ മെത്തേഡും തമ്മിൽ. ഓക്കെ, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇതോടുകൂടി ചാപ്റ്റർ എന്താണ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ ആണോ? 25ാമത്തെ മോണ്ടിസോറി എന്ന് പറയാമോ? എന്താണ് 25ാമത്തെ പോയിന്റ് മോണ്ടിസോറിയുടെ ഒന്ന് പറയാമോ ഒന്നുകൂടെ? എൻകറേജ് ടു ഹെൽപ്പ് വൺ അനദർ. പരസ്പരം എന്താണ് അവർ ഹെൽപ്പ് സീക്ക് ചെയ്യാറുണ്ട്. പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കുട്ടികൾക്കിടയിൽ. ഓക്കെ, എല്ലാവരും എന്താണ് സ്നേഹത്തോടെയാണ് ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ വളരുന്നത്. പക്ഷെ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിൽ കൂടുതലും നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ടീച്ചേഴ്സിൽ നിന്നാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിന്റെ MCQ ഞാൻ അയച്ചേക്കാം. ഒരു 25 വ്യത്യാസങ്ങൾ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ എന്താണ് ട്രഡീഷണലിന്റെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ട്രഡീഷണൽ എങ്ങനെയാണ് അത് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. 5ാമത്തെ ഒന്ന് പറയാവോ? എടാ, സ്ക്രീൻ കാണുന്നില്ലെന്നോ? സാറ് കേട്ടില്ല നമ്മൾ സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ജസ്റ്റ് ഇത് റീഡ് ചെയ്ത് നോക്കൂ കേട്ടോ. PDF എടുത്തിട്ട് റീഡ് ചെയ്ത് നോക്കൂ. അപ്പൊ 5th വൺ എന്താണ്? മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ഓക്കെ, ലാസ്റ്റ് വൺ 21 മുതൽ. സർ 21 മുതൽ, മറ്റേ ഫസ്റ്റ് പേജിൽ 21 മുതൽ.
ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആണോ ഇപ്പോ? 21 ഒന്ന് റീഡ് ചെയ്തിട്ട് പറയൂ, എന്താണ് 21? വിനീതയ്ക്കായിരുന്നു. ക്ലിയർ അല്ല? സഫാന സ്ക്രീൻ നോക്കടാ, ഇപ്പൊ ക്ലിയർ ആണല്ലോ. ഓക്കെ. പിന്നെ ശില്പ എന്തായിരുന്നു ചോദിച്ചത്? 5th വൺ അല്ലേ? മെറ്റീരിയൽസ് യൂസ്ഡ് ഫോർ സ്പെസിഫിക് പർപ്പസ് വിത്ത് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്. ഓരോ പർപ്പസിനും എന്താണ്, ഓരോ മെറ്റീരിയൽസ് ആണ് മോണ്ടിസോറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നേരത്തെ എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മുടെ റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഓക്കെ, റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടി എന്താണ് പ്രത്യേകം മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, സാൻഡ് പേപ്പർ നമ്പേഴ്സ്, അത്തരത്തിലുള്ള അപ്പാരറ്റസുകൾ മോണ്ടിസോറിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ എന്താണ് ട്രഡീഷണലിന്റെ പ്രത്യേകത? പ്രത്യേകം മെറ്റീരിയൽസ് ഇല്ലായിരുന്നു, എല്ലാത്തിനും ഒരേ മെറ്റീരിയൽസ് യൂസ് ചെയ്തു. ഒരു മെറ്റീരിയൽ തന്നെ പല രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ഓരോന്നിനും പ്രത്യേകം എന്താണ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. മോസ്റ്റ് ഓഫ് ദി ടൈം എന്താണ് ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അല്ലേ? ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് അവിടെ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി പ്രത്യേക മെറ്റീരിയൽ എന്നിങ്ങനെ ട്രഡീഷണൽ മെത്തേഡിൽ ഫോളോ ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? നമ്മുടെ മോണ്ടിസോറിയിൽ പക്ഷെ ഓരോ സ്കില്ലും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി അതിനനുസരിച്ചുള്ള ഓരോ ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ അപ്പാരറ്റസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്താണെന്ന് പറഞ്ഞ അതേപോലെ ട്രഡീഷണലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ട്രഡീഷണൽ നിങ്ങൾ ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ മോണ്ടിസോറിയിൽ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് ട്രഡീഷണലിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ട്രഡീഷണൽ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം, നിങ്ങൾ കേട്ടിരുന്നോളൂ. ഫസ്റ്റ് വൺ ആണ് ടീച്ചറെ എന്തോ 9ാമത്തെ പോയിന്റ് ഒന്ന് ഇത് ചെയ്യാം. നമ്മള് ട്രഡീഷണലിൽ അത് പറഞ്ഞതായിട്ടെ എത്രാമത്തെയാ? 9. ചൈൽഡ് സെറ്റ് ഓൺ പേസ്. അതായത് നമ്മുടെ കുട്ടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ഒരു ആക്ടിവിറ്റി കൊടുത്താൽ എപ്പോ അത് കംപ്ലീറ്റ് ചെയ്യണം, ഏത് രീതിയിൽ സെറ്റ് ചെയ്യണം, എല്ലാം ഓൺ സെൽഫ് ആയിട്ടാണ് അവൻ തീരുമാനിക്കുന്നത് അല്ലേ? പക്ഷേ നമ്മുടെ ട്രഡീഷണൽ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ടീച്ചറാണ് അത് തീരുമാനിക്കുന്നത്. ഓക്കെ, എപ്പോ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, എത്ര ടൈമിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, അതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഒരു ടീച്ചറാണ് ട്രഡീഷണലില്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ട്രഡീഷണലിലെ ഫസ്റ്റ് വൺ ആണ് ഓൾ വൺ ഏജ് എന്നാണ്, എല്ലാവർക്കും ഒരേ പ്രായമായിരിക്കും. ഓക്കെ, പിന്നെ ഗ്രേഡഡ് സിസ്റ്റം ഉണ്ട്, ഗ്രേഡിംഗ് ഉണ്ട്. അതേപോലെ ടീച്ചർ ലെക്ചേഴ്സ് ആണ്, ടീച്ചറാണ് എന്ത് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ ബേസിലാണ് ക്ലാസ്സസ് എടുക്കുന്നത്. ഓക്കെ, പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്, കുട്ടികൾ തനിയെയാണ് സെൽഫായിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ ആണ് പ്ലേ മെറ്റീരിയൽ ഫോർ നോൺ സ്പെസിഫിക് സ്കിൽസ്. പ്രത്യേകം മെറ്റീരിയൽസ് ഒന്നും എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് എന്താണ് പ്ലേ മെറ്റീരിയൽസ്, കളിക്കുക ആ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടി മാത്രമാണ് മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു പെർട്ടിക്കുലർ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ആൻഡ് ദ ഫിഫ്ത്ത് വൺ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ മെനി വേസ് വിത്തൗട്ട് പ്രീവിയസ് ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ നേരത്തെ ശില്പയ്ക്ക് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു മെറ്റീരിയൽ ഓരോ പർപ്പസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പർട്ടിക്കുലർ സ്കിൽ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രത്യേകം മെറ്റീരിയൽ എന്താണ് യൂസ് ചെയ്യുന്നില്ല. ഒരു മെറ്റീരിയൽ തന്നെ പല രീതിയിൽ ഉപയോഗിക്കുകയാണ് ട്രഡീഷണൽ മെത്തേഡിൽ ചെയ്യുന്നത്. ആൻഡ് ദ സിക്സ്ത് വൺ എന്തോ സോദി മ്യൂട്ട് ചെയ്യൂ. സോദി ഓക്കെ. പിന്നെന്താണ്, റിവാർഡ് അല്ലെങ്കിൽ പണിഷ്മെന്റ് കൊടുക്കാറുണ്ട് ട്രഡീഷണൽ സിസ്റ്റത്തിൽ. അങ്ങനെയാണ്, ഇപ്പൊ എന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പണിഷ് ചെയ്യാറുണ്ട് ടീച്ചേഴ്സ് അല്ലെ, ശിക്ഷിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നല്ല മാർക്സ് മേടിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ റിവാർഡ്സുകൾ കൊടുക്കാറുണ്ട് അല്ലെ. ആ ഒരു സിസ്റ്റമാണ് ട്രഡീഷണലിൽ ഫോളോ ചെയ്തിരുന്നത്. 7th വൺ ടീച്ചർ സെന്റേഡ് ആണ്. ടീച്ചറാണ് അവിടെ കൂടുതലും ഫോക്കസ്ഡ് ആയിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഓൾ ഇൻ വൺ റോൾ ക്യാരി ചെയ്യുന്നത് ടീച്ചറാണ്. ടീച്ചർ സെന്റേഡ് മെത്തേഡ് ആണ്. പിന്നെന്താണ്, ഒരു കരിക്കുലം ഉണ്ടായിരിക്കും അല്ലെ, ഒരു സിലബസ് ഉണ്ടായിരിക്കും. ഓക്കെ, അതും എന്താണ് ടീച്ചറാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ് കുട്ടികളാണ് ആ മെറ്റീരിയൽ സെലക്ട് ചെയ്യുന്നത് അല്ലെ. കുട്ടികൾക്ക് ഇഷ്ടത്തിനുള്ള മെറ്റീരിയൽ സെലക്ട് ചെയ്ത് അവരുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷേ നമ്മുടെ ട്രഡീഷണലില് ടീച്ചറാണ് ഇത്തരത്തിലുള്ള കരിക്കുലം സെറ്റ് ചെയ്യുന്നത്.
പിന്നെ 9th വൺ എന്താണ്, ടീച്ചേഴ്സ് ആണ് ലിമിറ്റ് തീരുമാനിക്കുന്നത്. ഒരു ടീച്ചർ ആയിരിക്കും ഏത് ആക്ടിവിറ്റി എപ്പോൾ ചെയ്യണമെന്നുള്ള ലിമിറ്റ് തീരുമാനിക്കുന്നത് ടീച്ചേഴ്സ് ആണ്. ദെൻ ടീച്ചർ ഗൈഡ് ചൈൽഡ്. ഓക്കെ, കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത് ആരാണ്? ടീച്ചറാണ്. ട്രഡീഷണലില് ഒരു കുട്ടിയെ ഗൈഡ് ചെയ്യുന്നത് ടീച്ചറാണ്. ഓക്കെ, നമ്മുടെ മോണ്ടിസോറിയിലാണെങ്കിലോ, മോണ്ടിസോറിയിൽ എങ്ങനെയാ? കുട്ടിക്ക് ഫ്രീഡം ഉണ്ട്. അവന് സ്വയം എന്താണ് ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം കുട്ടിക്കുണ്ട്. ഓക്കെ, ഫ്രീഡം, ധാരാളം ഫ്രീഡം ഉള്ള ഒരു എന്താണ് പ്രിപ്പയർഡ് ക്ലാസ് റൂം ആണ്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂം എന്ന് പറയുന്നത്. ഇനി 11ാമത്തേതാണ് ഫ്രീക്വന്റ് ഇന്ററപ്ഷൻസ്. തുടരെയുള്ള തടസ്സങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പൊ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ടീച്ചർ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് നൽകിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു ആക്ടിവിറ്റിയിൽ ഫോക്കസ് ചെയ്യാനായിട്ട് കഴിയില്ല. ഇന്ററപ്ഷൻസ്, തടസ്സങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷെ മോണ്ടിസോറിയിലാണെങ്കിൽ ആരും കമ്പൽ ചെയ്യാൻ അവിടെ ഇല്ല അല്ലെ. നമുക്ക് ഇഷ്ടത്തിന് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ ഇരുന്നു കൊണ്ട് ആ ഒരു ആക്ടിവിറ്റി, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ ടീച്ചർ കറക്റ്റ് ഇറേഴ്സ്. മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യുന്നത് ടീച്ചറാണ് ട്രഡീഷണലില്. ഓക്കെ, മോണ്ടിസോറിയിൽ എങ്ങനെയാ? കുട്ടികൾ സ്വയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? മിസ്റ്റേക്സുകൾ കറക്റ്റ് ചെയ്യുന്നത്. ദെൻ അസൈൻഡ് സീറ്റ് ആൻഡ് സ്പെസിഫിക് ക്ലാസ് പീരീഡ്. ഓരോ കുട്ടിക്കും ഓരോ എന്താണ് സീറ്റുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അല്ലെ. ക്ലാസ് റൂമിലുള്ള മൂവ്മെന്റിനുള്ള ഫ്രീഡം എന്താണ് ട്രഡീഷണലില് കുറവാണ്. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? മോണ്ടിസോറിയിൽ ധാരാളം ഫ്രീഡം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സർ സ്ക്രോൾ ചെയ്യാമോ സാർ ഒന്ന്? ട്രഡീഷണൽ. ഓക്കെ, മോണ്ടിസോറിയിൽ ധാരാളം ഫ്രീഡം ഉണ്ട്. പക്ഷേ ട്രഡീഷണൽ എങ്ങനെയാണ്? ട്രഡീഷണലില് ലിമിറ്റേഷൻ ഉണ്ട്, ഫ്രീഡത്തിന് ലിമിറ്റേഷൻ ഉണ്ട് അല്ലെ. ദെൻ 14th ഗ്രൂപ്പ് ലേണിംഗ് ആണ്. നമ്മുടെ ട്രഡീഷണൽ നമ്മൾ ക്ലാസ് റൂമിൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് പഠിച്ചിരുന്നത് അല്ലെ, ഗ്രൂപ്പ് ലേണിംഗ് ആണ്. പക്ഷെ മോണ്ടിസോറിയിൽ ഓരോ കുട്ടിക്കും എന്താണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 15ാമത്തേതായിരുന്നു എംഫസൈസ് ഓൺ അബ്സ്ട്രാക്ട്. അതായത് മോണ്ടിസോറിയിൽ എന്താണ് എക്സ്പീരിയൻസിലൂടെയാണ് പഠിക്കുന്നത്. ഓരോ കാര്യങ്ങളും എന്താണ് എക്സ്പീരിയൻസ് ചെയ്ത് അല്ലെ, ഹാൻഡ്സ് ഓൺ മെറ്റീരിയലുകൾ യൂസ് ചെയ്താണ് പഠിച്ചിരുന്നത്. ഓരോ കാര്യത്തിനും എന്താണ് ഓരോ മെറ്റീരിയൽ ഉണ്ടായിരുന്നു. ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൈറ്റിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതിനുള്ള മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ട്രഡീഷണൽ എന്താണ് അബ്സ്ട്രാക്ട് ലേണിംഗ് ആണ്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ അതാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ആ രീതിയിലാണ് ഫോളോ ചെയ്തിരുന്നത്. ദെൻ മച്ച് റോൾ പ്ലേയിങ് ആൻഡ് ഫാന്റസി. ഇമാജിനേഷനിലൂടെയാണ് കാര്യങ്ങൾ പഠിച്ചിരുന്നത്. ഓക്കെ, നമുക്ക് എക്സ്പെരിമെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ജസ്റ്റ് ബുക്സിൽ എന്താണോ അതാണ് പഠിച്ചിരുന്നത്. അല്ലാണ്ട് എക്സ്പീരിയൻസ് ചെയ്തല്ല നമ്മൾ ഒരു കാര്യവും പഠിച്ചിരുന്നത്. റാൻഡം പ്ലേസ്മെന്റ്. ഇനി എന്താണ് ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, അപ്പാരറ്റസുകൾ. അതിനുവേണ്ടി പ്രത്യേകം ഒരു സ്പേസ് അല്ലെങ്കിൽ പ്ലേസ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ട്രഡീഷണലില് അതിനുവേണ്ടി ഒരു പ്രത്യേകം പ്ലേസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഓൾ ചിൽഡ്രൻ ട്രീറ്റഡ് എലൈക്ക്. എല്ലാ കുട്ടികളെയും ഒരേ രീതിയിലാണ് എന്താണ് ട്രീറ്റ് ചെയ്തിരുന്നത്. എല്ലാ കുട്ടികളെയും ഒരേ രീതിയിലാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്? പല കഴിവുകളുള്ള ഡിഫറെന്റ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉള്ള കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്നത് അല്ലെ. അവരെ ഒരേ രീതിയിൽ ട്രീറ്റ് ചെയ്താൽ മതിയോ? ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ എല്ലാവരെയും ഒരേ രീതിയിൽ തന്നെ പഠിപ്പിച്ചാൽ മതിയോ? പോരാ. ഇൻഡിവിജ്വൽ അറ്റൻഷൻസ്, ഓരോ കുട്ടിക്കും പ്രത്യേക പരിഗണന കൊടുക്കണം വേണ്ടേ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മോണ്ടിസോറിയിൽ പഠിപ്പിച്ചിരുന്നത്. പക്ഷെ ട്രഡീഷണൽ എന്താണ് എല്ലാവരെയും ഒരേ രീതിയിലാണ് പഠിപ്പിച്ചിരുന്നത്. ഇനി എംഫസൈസ് ഓൺ സോഷ്യൽ ഡെവലപ്മെന്റ്. സോഷ്യലി എങ്ങനെ ഇംപ്രൂവ് ആകാം, ഓക്കെ, നല്ല രീതിയിൽ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം, ഒരു കൂട്ടത്തിന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കിടയിൽ എങ്ങനെ സർവൈവ് ചെയ്യാം, അത്തരം ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ട്രഡീഷണൽ ക്ലാസ് റൂമിൽ പഠിപ്പിച്ചിരുന്നത്. ഓക്കെ, എല്ലാവരും ഒരുമിച്ചിരുന്നാണ് പഠിക്കുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. പക്ഷെ നമ്മുടെ മോണ്ടിസോറിയിൽ ഒരു കുട്ടിയുടെ എന്താണ് അവരുടെ കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അവരുടെ ബുദ്ധി എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയാണ്, അത്തരത്തിലാണ് മോണ്ടിസോറിയിൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്തിരുന്നത്. ദെൻ 20 ആണ് ക്വയറ്റ് എൻഫോഴ്സ്ഡ്. അതായത് സൈലൻസ് എന്താണ് ഒരാള് അതിന് എപ്പോഴും എന്താണ് ക്വയറ്റ് എൻഫോഴ്സ് എന്ന് പറയുന്നത് ഒരാള് മിണ്ടാതിരിക്കാൻ പറയാനായിട്ട് എപ്പോഴും ഒരാൾ ഉണ്ടായിരിക്കണം ട്രഡീഷണലില്. പക്ഷെ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്?
മോണ്ടിസോറി ക്ലാസ് റൂമിനുള്ളിൽ എന്താണ് വാല്യൂസിന് എന്താണ് പ്രാധാന്യമുണ്ട്, റെസ്പെക്ട്, അവർ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. സ്വയം തീരുമാനിച്ചതിന് ശേഷമാണ് കുട്ടികൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊരാള് നിർബന്ധിച്ചിട്ടില്ല, കമ്പൽ ചെയ്തിട്ടല്ല കുട്ടികൾ സൈലന്റ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി ടീച്ചർ പ്രൊവൈഡ് ഡിസിപ്ലിൻ. ഓക്കെ, ട്രഡീഷണൽ എന്താണ്, ടീച്ചറാണ് ഡിസിപ്ലിൻഡ് ആക്കുന്നത് കുട്ടികളെ. ഒരു വടിയെടുത്താൽ കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കും, അല്ലെ, അടങ്ങി ഒതുങ്ങിയിരിക്കും. പക്ഷേ മോണ്ടിസോറിയിൽ എങ്ങനെയാണ്, ആ ക്ലാസ് റൂം ആണ്, എൻവയോൺമെന്റ് ആണ്, ആ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ആണ് കുട്ടികളെ ഡിസിപ്ലിൻഡ് ആക്കുന്നത്. ഓക്കെ, ആ രീതിയിൽ വളർന്നു വരുന്ന കുട്ടികൾ ഓട്ടോമാറ്റിക്കലി ഡിസിപ്ലിനോട് കൂടിയായിരിക്കും വളർന്നു വരുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ പഠിച്ചില്ലേ, ഒരു ആക്ടിവിറ്റി ഒരു അപ്പാരറ്റസ് എടുത്താൽ അത് തിരിച്ചു വെക്കാനായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആ കുട്ടി എന്നാണ് പഠിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ടീച്ചർ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതോ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ആ കുട്ടികൾ. ഓക്കെ, അപ്പൊ ഡിസിപ്ലിൻ കൂടുതലായിരിക്കും. ഇനി മോട്ടിവേറ്റഡ് എങ്ങനെയാണ്, ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് ട്രഡീഷണലില്. ഓക്കെ, ടീച്ചറാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്. അതേസമയം മോണ്ടിസോറിയിൽ എങ്ങനെയാണ്, ഓരോ ആക്ടിവിറ്റീസ് ആണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഒരു ആക്ടിവിറ്റി സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു റിപ്പീറ്റേഷൻ ഉള്ള ഒരു മൈൻഡ് ആ കുട്ടികൾക്ക് ഉണ്ടായിരിക്കും. അപ്പോ ആക്ടിവിറ്റീസുകളാണ് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നത്. അവർ സെൽഫായിട്ടാണ് മോട്ടിവേഷൻ കണ്ടെത്തുന്നത്. ഇനി ടീച്ചറിന്റെ റോൾ എന്താണ്, ടീച്ചർ എന്ന് പറഞ്ഞാൽ ഓൾ ഇൻ ഓൾ ആണ്, എല്ലാ റോളും ക്യാരി ചെയ്യുന്നത് ടീച്ചറാണ്, അല്ലെ. പക്ഷേ മോണ്ടിസോറിയിൽ എങ്ങനെയാ, ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ എന്ന് പറഞ്ഞ എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആളാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് 24th, വർക്ക് ബിക്കോസ് ദേ ആർ ടോൾഡ് ടു. ആരെങ്കിലും ഒരു ടീച്ചർ പറയുന്നത് കൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ടാസ്ക് കൊടുത്താൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ടീച്ചർ പറയുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ പണിഷ്മെന്റ് കിട്ടുമെന്നുള്ള പേടി, ഭയത്താലാണ് അവർ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെ. പക്ഷെ നമ്മുടെ മോണ്ടിസോറിയിൽ എങ്ങനെയാ, അവര് ഒരു ജോയ്, ഒരു സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി, അല്ലെ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു കാര്യം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യണം, ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അവർ ഇത്തരം ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത്. മോണ്ടിസോറിയിലെ കുട്ടികൾ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ എന്താണ്, ടീച്ചറിൽ നിന്നുമാണ് അവർ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. ട്രഡീഷണലില് ടീച്ചേഴ്സിൽ നിന്നുമാണ് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതാണ് ട്രഡീഷണൽ ആൻഡ് മോണ്ടിസോറി രണ്ടും തമ്മിലുള്ള വ്യത്യാസം. മോണ്ടിസോറി മെത്തേഡ് വേഴ്സസ് ട്രഡീഷണൽ മെത്തേഡ്. ചെറിയൊരു ചാപ്റ്റർ ആണ്, സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, നമുക്കിനി ചെറിയ ഒരു ബ്രേക്ക് എടുക്കാം. നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. ദെൻ സ്റ്റോറി ടെല്ലിംഗ്, റോൾ പ്ലേ ഓർ ആക്ഷൻ സോങ്. ആരെങ്കിലും ഉണ്ടോ ചെയ്യാനായിട്ട്? വേഗം പറഞ്ഞോളൂ, സമയം തീരാറായിട്ടുണ്ട്. ആരാ ചെയ്യാൻ? ഇനി ആരൊക്കെയുണ്ട്? സ്റ്റോറി ടെല്ലിംഗ്. സ്റ്റോറി ടെല്ലിംഗ് ആവാം, ആക്ഷൻ സോങ് ആവാം, റോൾ പ്ലേ ആകാം. ആരെങ്കിലും ചെയ്യാനുണ്ടോ? ഒത്തിരി പേര് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാന്ന് പറഞ്ഞിരുന്നല്ലോ. ആരൊക്കെയായിരുന്നു? പേര് വിട്ടുപോയി. വിനീത ചെയ്തായിരുന്നു. വിനീത എല്ലാവരും സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞിട്ടില്ലായിരുന്നേ, അത് ഞാൻ വ്യക്തമാക്കി പറയാം. ഓക്കെ സ്മിത. ദെൻ വേറെ ആരാ? വേറെ ആരെങ്കിലും ചെയ്യാനുണ്ടോ? ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? പ്രിപ്പയർ ചെയ്ത് വന്നിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലെങ്കിൽ നമുക്ക് എന്താ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ ഈ ചാപ്റ്റർ വായിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് ഇതിന്റെ MCQ ഞാൻ അയച്ചേക്കാം. സിമ്പിൾ ചാപ്റ്റർ ആണ്. ഓക്കെ, രണ്ട് സിസ്റ്റവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു മാം. ഗുഡ് നൈറ്റ് മാം. Thank you, ma'am.
താങ്ക് യു മാം. താങ്ക് യു മാം. ഗുഡ് നൈറ്റ്. Good night, ma'am. ഓക്കെ മാം.